എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിത് ഇന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ പോകാൻ പോവേണേ. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി. അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ജുമുഅക്ക് പള്ളിയിൽ പോണത്. അപ്പോൾ ഒരുപാട് പേര് വിവാദങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജുമുഅക്ക് അങ്ങനെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ സ്ത്രീകൾക്കൊക്കെ പള്ളിയിൽ പോകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയാലോ? ഇവിടുത്തെ ആ പള്ളിയൊക്കെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ പള്ളി. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വലിയ പെരുന്നാളിന് നിസ്കരിക്കാൻ വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പള്ളിയിൽ വന്നതിൻ്റെ. അതിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തോന്നി അങ്ങനെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന്. അപ്പോൾ അതേ നമ്മളിപ്പോൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നിറച്ച് വണ്ടികളൊക്കെ കണ്ടില്ലേ. ദേ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പള്ളിയിലേക്ക്. അന്ന് പള്ളിയിൽ വന്നപ്പോൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സ്ത്രീകൾക്ക് വേറെ ഡോർ ഉണ്ടായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ അന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, പെരുന്നാൾ നിസ്കാരം വരുന്നല്ലോ. ഇന്ന് പക്ഷേ എങ്കിൽ അത്ര തിരക്കുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. അതുകൊണ്ടാണ് തോന്നണത് ഇന്ന് ഫ്രണ്ട് ഡോറിൽ കൂടിയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കയറുന്നുണ്ടായിരുന്നത്. أشهد أن لا إله إلا الله أشهد أن محمد رسول الله. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും സുന്നത്തും കാര്യങ്ങളൊക്കെ നിസ്കരിക്കണം ആ ഒരു തിരക്കിലാണ്. അപ്പോൾ കുത്തുബയും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കുറച്ച് സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കുറച്ച് മുസ്ലിംസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ പുരുഷന്മാരെ നിസ്കരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പള്ളിയിലെ വിശേഷങ്ങൾ. എന്തായാലും ഇംഗ്ലീഷിലാണെങ്കിലും ഉസ്താദിൻ്റെ ആ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടിരുന്ന് തന്നെ പോകും. അതിനുശേഷം ഞാനിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം പുരുഷന്മാരെ നിസ്കരിക്കണതും എല്ലാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. പുറത്തെ വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പള്ളിയിൽ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു കമൻറ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. റമദാനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് 7 അതിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നേക്കണത്. എല്ലാ ദിവസവും പത്തിരി ഇടിയപ്പം ഇങ്ങനെ മാറി മാറി കഴിച്ച് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇഡ്ഡലിയാണ് ഉണ്ടാക്കണത്. കൂടെ കുറച്ച് പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ട് ചട്നിയോ സാമ്പാറോ ഇതൊന്നും അല്ല കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണത്. ഇന്ന് നമ്മൾ ചിക്കൻ കറിയും മുട്ട റോസ്റ്റും ആണ് ഉണ്ടാക്കണത്. അതൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണവരോട് പറ്റൂ കേട്ടോ. നമ്മളങ്ങനെയൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ കറിയും മുട്ട റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കണത്. പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട്. ഈ നോമ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ ആലോചിക്കും കേട്ടോ, ഈ സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട, അതൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ എത്ര വന്നാലും നോമ്പിൻ്റെ ആ ഒരു ദിവസം അങ്ങോട്ട് അടുക്കും ആ ഒരു വറപൊരി ഇല്ലെങ്കിൽ എന്തോ മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും അതൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ? മുമ്പേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നീട് ആ ഒരു തീരുമാനം മാറ്റിയവർ? പിന്നീട് ഞാൻ വിചാരിച്ചു ഈ ആവിയിൽ വേവിച്ചെടുത്തേക്കണ സ്നാക്സുകൾ ഉണ്ടാക്കാന്ന്. എങ്കിലും ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും വറപൊരികളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളത് ഓരോന്നും ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞാൻ വിശദമായിട്ടൊന്നും പറയണില്ല കേട്ടോ. ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ റെസിപ്പീസുകളൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയണമൊന്നുമില്ല. പൂർണ്ണമായിട്ട് റെസിപ്പീസുകൾ പറയുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഞാൻ ഒരൈറ്റത്തിൻ്റെ റെസിപ്പി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ.
ഈ വീഡിയോസ് ഡെയിലി ഇടണമെന്നൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ നോമ്പിന് 30 ദിവസവും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊന്ന് കണ്ടു നോക്കിക്കോ. പക്ഷേ ഇത്തവണ എന്തോ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് വോയിസ് കൊടുക്കാനൊക്കെ ഒരു ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഴയതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഈ നോമ്പിൻ്റെ വീഡിയോസുകളൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. ഞാൻ അധികമൊന്നും അങ്ങനെ കാണിക്കണമൊന്നുമില്ല, ആഴ്ചയിൽ 3 വീഡിയോയല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ അതെങ്കിലും കണ്ട് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. ഇന്ന് ഡ്രിങ്ക്സ് സ്പെഷ്യൽ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ ഒരു തിക്കും തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകളൊക്കെ അധികം കഴിക്കണമെന്നാണ് കേട്ടോ പറയാറ്. പക്ഷേങ്കിൽ ഇവിടെ പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കണേലും ഇഷ്ടം ജ്യൂസായിട്ടൊക്കെ കഴിക്കണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തിരി അധികം ജ്യൂസുകളൊക്കെ ഉണ്ട്. അവക്കാഡോ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് ഉണ്ട്, പിന്നെ കുറച്ച് അവൽ മിൽക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുതറങ്ങായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ ഈ ചിക്കനായിട്ട് കറി ഉണ്ടാക്കണത് ഞാൻ ചിക്കൻ്റെ എല്ല് പീസുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതെന്താണ് അങ്ങനെ എടുത്തേക്കണേന്ന് ചോദിച്ചത്, എല്ലില്ലാത്ത പീസുകൾ നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലുള്ള പീസുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ എല്ലാവർക്കും എല്ലുള്ള പീസിൻ്റെ കറി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പെറുക്കി ഇടണേന്ന്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ തേങ്ങയൊക്കെ അരിച്ചൊഴിക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഈ ഒരു രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുക്കറിലിട്ടിട്ട് അങ്ങനെ കറി വെക്കുകയാണ്. കുറച്ച് കറിയാണ് കേട്ടോ വെക്കണുള്ളൂ. ഈ നോമ്പൊക്കെ ആകുമ്പോൾ അല്ലെങ്കിലും കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇതേ ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മുട്ട റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ 2 കറി എന്ന് ചോദിച്ചാൽ ഇത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുണ്ടോ ഈ ഒരു കറി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇത്. പിള്ളേർക്ക് ചിക്കൻ കറിയാണ് ഇഷ്ടം, അപ്പോൾ ഹസ്ബൻഡിന് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കണത്. ഇത് കറിയായിട്ടൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കണേ, ചെറിയൊരു റോസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കണത്. സ്നാക്സ് ആയിട്ട് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത് മുട്ട കബാബാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസ് ഒക്കെ പൊടിച്ച ഒരു ജാറാണ്, അതാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഒരു പച്ചമുളകും കുറച്ച് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഉള്ളിയാണ് കേട്ടോ ഇത്. അതിനുശേഷം അതിലേക്കൊരു ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇലകളായിട്ട് കറിവേപ്പില മല്ലിയില എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും ആവണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേ ഒരു രൂപത്തിൽ, അതായത് നമ്മളൊന്ന് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങി വരുന്ന രൂപത്തിലായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത്. ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്, അത് ഓപ്ഷണലാണ് കേട്ടോ. എന്തായാലും എനിക്കത് ഇങ്ങനെ വെളുത്തിരുന്നിട്ട് എന്തോ മാതിരി തോന്നുന്നുണ്ടായിരുന്നു. അതാരണം ഞാൻ കുറച്ച് കളറ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ടയൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട കബാബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അത്ര ഇതായിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുന്നത് ഒരു പരുവമുണ്ട് കേട്ടോ. ആ പരുവത്തിന് തന്നെ നമ്മൾ എടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ അടന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇന്നെന്തായാലും ഞാൻ എടുത്തത് നല്ല ഒരു പാകത്തിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും വീഡിയോ എടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളെയും കൂടി ആ ഒരു റെസിപ്പി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. എന്തായാലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നോമ്പിനിപ്പോൾ സ്നാക്സുകൾ ഉണ്ടാക്കാൻ അറിയാത്ത ആരാ ഉള്ളേലേ, എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ എല്ലാ വിഭവങ്ങളും അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്തത്. പിന്നെ അതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്നാക്ക് കാണിക്കണത്. ഇവിടെ എല്ലാ ദിവസവും ആ ഒരു സ്നാക്ക് ഉണ്ടാക്കും കേട്ടോ. ഹസ്ബൻഡിന് ആ സ്നാക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമൂസയും കട്ട്ലേറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഈ തേങ്ങയൊക്കെ ചേർന്നേക്കണോണ്ട് എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടമാവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ ഒരു മുട്ടേനെ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങയുടെ കൂട്ട് അതിനെങ്ങനെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ മുട്ടയിൽ നിന്ന് അടർന്നു പോകാത്ത രീതിയിൽ വേണം ഇതിനെ പൊതിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു നമ്മൾ ചതച്ചെടുത്തേക്കണത് ആ ഒരു പരുവം നമ്മൾ കറക്റ്റായിരിക്കണം. വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഈ തേങ്ങ നമ്മൾ അരച്ച് ഇങ്ങനെ ഒതുക്കി എടുത്തേക്കണത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പരുവം ശരിക്കും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അതിനെ മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം.
മുട്ട എന്ന് പറഞ്ഞാൽ വെറുതെ മുട്ട എടുക്കണേലും കുറച്ചും കൂടി നല്ലത് കുറച്ച് മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വിട്ടു പോകാതെ ഇരിക്കും. അപ്പോൾ അതേ ഞാനങ്ങനെ വളരെ സാഹസികമായി ഒരെണ്ണം ഇങ്ങനെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതേ മുട്ടക്കൂട്ടിൽ ഞാനിങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസിലും കൂടി കവർ ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അടർന്നു പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് അറിയായിരിക്കും, അത്ര റിസ്ക് ഒന്നും ഇല്ലാത്തൊരു റെസിപ്പി ആയിരിക്കും, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. അങ്ങനെ ഞാനത് ഓരോന്നായിട്ട് അതൊക്കെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ കൂടെ സമൂസയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു സ്നാക്ക്. ഈ തേങ്ങയൊക്കെ ചേർന്നേക്കണ അറിഞ്ഞേ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ സമൂസ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സമൂസ ഇവിടെ എന്തായാലും എല്ലാ ദിവസവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ദിവസവും കഴിക്കുമ്പോഴത്തേക്കും ഇതും മടുത്തൊക്കെ തുടങ്ങും. ഇപ്പോൾ 7ാമത്തെ നോമ്പൊക്കെ ആയപ്പോഴത്തേനും സ്നാക്കൊക്കെ ഓരോന്നൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ മുട്ട ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം സമൂസ ഇങ്ങനെ ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മുട്ട നമുക്ക് വറക്കാം. സമൂസ എല്ലാം റെഡിയായതിന് ശേഷം അടുത്തായിട്ട് ഞാൻ മുട്ട കബാബാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. എല്ലാം ഇങ്ങനെ വെന്തതൊക്കെ തന്നെയാണല്ലോ. പിന്നെ തേങ്ങയെന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ല, ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് സൂക്ഷിച്ചിടണോട്ടോ, അല്ലെങ്കിൽ ഇത് അടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടി. വളരെ ടേസ്റ്റിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും കടകളിലൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്ക്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കണതൊക്കെ തന്നെയാണ്, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് അത് തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുതുറ സ്നാക്കും ജ്യൂസുകളൊക്കെ. സമൂസയും പിന്നെ അതുപോലെ തന്നെ മുട്ട കബാബും പിന്നെ കുറച്ച് കായ്പോളയുടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അവക്കാഡോ ജ്യൂസ് ആ കപ്പിലിരിക്കുന്നത് അവൽ മിൽക്കാണ്. പിന്നെ മാംഗോ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അവൽ മിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവലും കപ്പലണ്ടി പിന്നെ കുറേ ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കണ വീഡിയോയും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർ അവൽ മിൽക്കും വേണ്ട പിടിച്ചേക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുതറ വിഭവങ്ങൾ. അതിനുശേഷം പിന്നെ കുറേ രാത്രിയായിട്ട് ആണ്ടോ നമ്മൾ പിന്നെ അടുത്ത ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമായപ്പോഴത്തേനും ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ചൂടൊക്കെ ആക്കി. പിന്നെ നമ്മുടെ മുട്ട റോസ്റ്റ് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് ഇഡ്ഡലിയും പിന്നെ അതുപോലെ പുട്ട്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കട്ടൻ ചായയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാൽ ചായയൊന്നും പിള്ളേർക്ക് വലിയ താല്പര്യമില്ല. നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മൾ പാൽ ചായ കുടിച്ചു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലെമൺ ടീ ആണ്ടോ കുടിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയ അമേരിക്കൻ നോമ്പുതുറ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.